വഴക്ക് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന ഗൗരി പലതും ചിന്തിച്ചിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവളുടെ റൂമിന്റെ ഡോറിൽ ആരോ ശക്തിയായി മുട്ടുന്നത് അവൾ കേട്ടു. പെട്ടെന്നുണ്ടായ ശബ്ദത്തിൽ അവൾ ഞെട്ടിത്തരിച്ചു. ഗൗരി പതിയെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു. ദേ മുന്നിൽ സിദ്ധാർത്ഥ്. അവൾ എന്തെന്ന ചോദ്യഭാവത്തിൽ നിന്നു. വാ, ആഹാരം കഴിക്കാം. ഞാനില്ല, അവൻ പറഞ്ഞതും അവൾ മറുപടി നൽകി. ഇല്ലെന്നോ? അന്നേ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. വാ, കഴിക്കില്ല. നീ വല്ലെന്ന വാശിയിലാണോ? അതെ, എനിക്ക് നിങ്ങളുടെ ഫുഡൊന്നും വേണ്ട. എങ്കിൽ ശരി, ഇങ്ങോട്ട് വരാനല്ലേ പറ്റാത്തത്? ഞാൻ വരാം. വേണ്ട. എന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് താനെ അടഞ്ഞു. മുഖത്തൊരു തരി ദേഷ്യം കാണിക്കാതെ സിദ്ധാർത്ഥ് വീണ്ടും അവളെ വിളിച്ചു. ഗൗരി വാ, ഫുഡ് കഴിക്കാം. ഇല്ലെന്ന് പറഞ്ഞില്ലേ, എനിക്കൊന്നും വേണ്ട. സിദ്ധാർത്ഥ് പല്ല് കടിച്ചുകൊണ്ട് താഴേക്ക് പോയി. ഗൗരിക്ക് ചെറിയ ഭയം തോന്നിയെങ്കിലും അവൾ എന്താണ് പ്രതികരണമെന്നറിയാൻ മുകളിലെ വാതിലിനടുത്ത് തന്നെ നിന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥ് ഒരു പാത്രത്തിൽ ആഹാരവുമായി മുകളിലേക്ക് കയറി വന്നു. ആ പാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, എന്നാ കഴിക്ക്. അങ്ങോട്ടേക്ക് വരാനല്ലേ പറ്റാത്തുള്ളൂ, ഇവിടെ ഇരുന്ന് കഴിച്ചോ, എനിക്കൊരു ഫുഡും വേണ്ട. സിദ്ധാർത്ഥ് അത് കേട്ടതും അവളുടെ കൈ ശക്തിയായി മുറുകെ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ റൂമിലെ സോഫയിലേക്ക് വലിച്ചിട്ടു. നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഈ സിദ്ധാർത്ഥ ആരാണെന്ന് നീ അറിയും. ഇനി കൂടുതൽ എന്തറിയാൻ, അവൾ ആത്മകഥം പറഞ്ഞു. സിദ്ധാർത്ഥ് ഫുഡ് അവൾക്ക് നേരെ നീട്ടി. ഗൗരി കഴിക്ക്. എല്ലാ ദേഷ്യവും കടിച്ചു പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവളോട് സ്നേഹത്തോടെ സംസാരിച്ചു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. ശരി, നിനക്ക് വിശക്കുമ്പോൾ കഴിക്ക്. സിദ്ധാർത്ഥ് അവിടെ ടേബിളിൽ ഫുഡ് വെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഈ മരത്തവളയ്ക്ക് എന്തൊരു അഹങ്കാരമാണ്, ഇവളെയൊക്കെ കിന്നവൻ്റെ ഗതി. സിദ്ധാർത്ഥ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് ചെന്നു. ഇതെന്താ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നത്? ഇവിടെ സെർവൻസ് ഒക്കെ എവിടെ പോയപ്പോൾ? പെട്ടെന്നാണ് താഴെ പാത്രം പൊട്ടുന്ന ശബ്ദം ഗൗരി കേട്ടത്. അവളുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. അയ്യോ! അവൾ വെക്കത്തിൽ ഫുഡും എടുത്ത് താഴെ കൂടി. അവിടെ സിദ്ധാർത്ഥിന്റെ കൈതട്ടി ഷെൽഫിൽ നിന്നും ഒരു പാത്രം താഴെ വീണു. അതായിരുന്നു ശബ്ദം. എന്തു പറ്റി? നിങ്ങൾ ഓക്കെ അല്ലേ? അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചതും സിദ്ധാർത്ഥ് കൈതട്ടി മാറ്റിക്കൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. അല്ലെങ്കിൽ ഇവിടെ ഒരു 100 പണിക്കാരുണ്ടാവും, ഇപ്പോൾ ഒരാളുമില്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് എഴുന്നേറ്റുകൊണ്ട് അവൾക്ക് മുന്നിൽ നിന്നു. ഞാൻ തന്നെയാണ് എല്ലാവരെയും പറഞ്ഞു വിട്ടത്. അവളുടെ കണ്ണുകൾ അമ്പരപ്പ് കൊണ്ട് വിടർന്നു. എന്തിന്? കാരണം ഇവിടെ നീ ഉള്ളത് കൊണ്ട്. ഞാൻ ഉള്ളത് കൊണ്ട്? അവൾക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് ഒരുപാട് ടൈം വെറുതെ ഇരിക്കാനുണ്ടെന്ന പരാതി ഇനി വേണ്ട. നാളെ മോർണിംഗ് മുതൽ നീ ഇവിടെ എല്ലാ ജോലിയും ചെയ്തേ പറ്റൂ. പിന്നെ ശമ്പളം അതെല്ലാ മാസവും നിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? ചെയ്തേ പറ്റൂ. സിദ്ധാർത്ഥ്, എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ നീ സെർവൻറ്റ് മാത്രമായിരിക്കും ഈ കരാർ കഴിയുന്നത് വരെ. സിദ്ധാർത്ഥ്, എനിക്ക് പഠിക്കണം, അത് തുടരണം എന്നുണ്ട്. തിരിഞ്ഞു നടന്ന സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി. എന്തോന്ന്? അതെ സിദ്ധാർത്ഥ്, അപ്പുവിൻ്റെ അസുഖം കൂടിയപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോക്ക് നിർത്തിയതാണ്. എനിക്ക് തുടർന്ന് പഠിക്കണം. അപ്പോൾ വീട്ടിലെ പണിയും എല്ലാം എനിക്കാവില്ല. നീ പഠിക്കാൻ പോകുന്നില്ല, അപ്പോൾ വീട്ടിലെ പണികൾ ചെയ്യാൻ പറ്റുമല്ലോ. മുഖത്തൊരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥ്, എനിക്ക് പഠിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് സിദ്ധാർത്ഥ്. ഒരു പുച്ഛത്തോടെ സിദ്ധാർത്ഥ് അവളെ തന്നെ കൈകെട്ടി നോക്കി നിന്നു. ലക്ഷ്യങ്ങൾ? അതും നിനക്ക്? നിന്റെ ലക്ഷ്യങ്ങൾക്കുള്ള പണമാണ് ഇപ്പോൾ നിന്റെ അനിയൻ അപ്പുവിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മറന്നതാണോ എന്നെനിക്കറിയില്ല. പക്ഷെ നീ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ലക്ഷ്യം നിന്റെ അപ്പുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണെന്ന്. സത്യത്തിൽ പഠനത്തേക്കാൾ വലിയ ലക്ഷ്യം അപ്പുവിൻ്റെ ജീവിതം തന്നെയായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ്, എനിക്ക് എൻ്റെതായ ഒരു ജീവിതം വേണ്ടേ? അതിനെനിക്ക് പഠിച്ചേ മതിയാവൂ സിദ്ധാർത്ഥ്. നീ ഇവിടെ നിന്ന് പഠിക്കാനേ എങ്ങോട്ടും പോകില്ലല്ലോ ഗൗരി. ഇനി നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ തന്നെ എൻ്റെ കുറച്ച് കണ്ടീഷനുകൾ അംഗീകരിച്ചതിന് ശേഷം മാത്രം നിനക്ക് പഠിക്കാം. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട അവൾക്ക് വെള്ളത്തിനായി ചാറ്റൽ മഴ പെയ്തതുപോലെ തോന്നി. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. പറ, എന്താ നിങ്ങളുടെ കണ്ടീഷൻ സിദ്ധാർത്ഥ്? വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നീ കോളേജിലേക്ക് പോയിക്കോ. പിന്നെ ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല. എനിക്കുള്ള ഫുഡെല്ലാം നീ തന്നെ ഉണ്ടാക്കണം. ഇവിടെ അപ്പോൾ അകത്ത് പണിക്കൊരു സെർവൻറ്റ് പോലുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാം നീ തന്നെ ആയിരിക്കണം. രാവിലെ നീ കോളേജിൽ പോയി നേരത്തെ തിരിച്ചു വരണം. വന്നാലുടൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയ മേശപ്പുറത്ത് വെച്ചിരിക്കണം. സിദ്ധാർത്ഥ്, കോളേജിലേക്ക് എനിക്ക് നേരത്തെ പോകണം. രാവിലെ പണികളൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയില്ല. വീട് വൃത്തിയായിരിക്കണം. ഫുഡ് അത് മസ്റ്റാണ്. ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ നീ പറ, പഠിക്കാൻ പോകണ്ട, വീട്ടിൽ ജോലി ചെയ്താൽ മതി.
പക്ഷെ ഗൗരിക്ക് പഠിക്കാൻ പോയേ മതിയാവും. എന്തേലും ഒരു ചെറിയ ഇളവ് തരാമോ? ശരി, നിനക്ക് പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ നീ കോളേജിലേക്ക് പോകണ്ട. വേണ്ട സിദ്ധാർത്ഥ്, എനിക്ക് എന്തായാലും പഠിക്കാൻ പോകണം. നിങ്ങൾ പറഞ്ഞ കണ്ടീഷനെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി താഴേക്ക് വീണു. സിദ്ധാർത്ഥ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കവിളിൽ രണ്ട് തട്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു, നല്ല കുട്ടി, എന്തൊക്കെ വന്നാലും പഠിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നാളെ രാവിലെ മുതൽ തുടങ്ങിക്കോ. അടുത്തിരുന്ന ടിഷ്യൂ പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, എന്നവാ ഫുഡ് കഴിക്കാം. സിദ്ധാർത്ഥ് ടേബിളിൽ അടുത്തേക്ക് ഇരുന്നു. എന്നാൽ ഗൗരി അവിടെ നിന്നും അടി പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. നീ വരുന്നില്ലേ? ആ ഹാളിനെ മുഴുവൻ ശബ്ദം പ്രകമ്പനം കൊണ്ടു. അവൾ ഒരു ഭയപ്പാടോടുകൂടി അവൻ്റെ അടുത്തിരുന്ന ചെയറിലിരുന്നു. കഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഗൗരി അവിടെ നിന്നും എഴുന്നേറ്റു. പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥ കൈ കഴുകി അവൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്നിരുന്നു. അടുക്കളയിൽ എത്തിയത് മണ പൊട്ടിയതുപോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി വന്നു. എന്തൊരു പരീക്ഷണമാണ് എൻ്റെ ഭഗവതി ഇത്. വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് ഞാൻ എപ്പോഴാണ് കോളേജിലേക്ക് പോവുക? എന്തായാലും വൈകുന്നേരം അദ്ദേഹം വരുന്നതിന് മുൻപ് വരാനും എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പറഞ്ഞത് കേട്ടില്ലേ ഭഗവതി? സിദ്ധാർത്ഥ് എത്തും മുന്നേ ടേബിളിൽ ആഹാരം ഇരിക്കണമെന്ന്. ഇതിനെല്ലാം എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്. എന്നാൽ അത് ഗൗരിയുടെ അവസാനത്തെ ഓട്ടമായിരിക്കും. പെട്ടെന്ന് അവൾ വാതിൽക്കലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അതാ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിലുമായി നിൽക്കുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥമ്മയുടെ ഭാര്യയ്ക്ക് എങ്ങനെ ഇവിടുന്ന് ഓടിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആ തോന്നലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്ക്. നീ എന്നോട് പറയാതെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയാൽ സിദ്ധാർത്ഥ് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് എൻ്റെ മോള് കരുതിയോ? അത് ഗൗരിയുടെ വെറും തോന്നൽ മാത്രമായിരിക്കും. നീ പോവുകയാണെങ്കിൽ തന്നെ ഏതുവരെ പോകും? അനിയൻ അപ്പു ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അവൾ ഇരു കൈയും കൂപ്പിക്കൊണ്ട് മുട്ടിലിരുന്നു. എൻ്റെ പൊന്ന് സിദ്ധാർത്ഥെ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഇവിടെ നിന്ന് പോകാൻ എനിക്ക് ഒരു ഉദ്ദേശവുമില്ല. എഗ്രിമെൻ്റ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സിദ്ധാർത്ഥ, ദയവ് ചെയ്ത് എൻ്റെ അനിയനെ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കിനി പോകാൻ ഭാവമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അതും പറഞ്ഞ് സിദ്ധാർത്ഥ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് അവിടെ നിന്നും പോയി. ഈശ്വര, ഈ ഭൂമിയിൽ എത്ര മനുഷ്യന്മാരുണ്ട്, എന്നിട്ട് എന്നെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീ അയച്ചല്ലോ. സ്റ്റെപ്പുകൾ കയറുന്ന സിദ്ധാർത്ഥ അവളുടെ ആത്മകഥം കേട്ടു. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഒന്നിക്കേണ്ട സമയത്ത് തന്നെ ഒന്നിക്കുകയും ചെയ്യും. സിദ്ധാർത്ഥ് കോണിപ്പടികൾ കയറുമ്പോൾ ഉച്ചത്തിൽ അവളോടായി പറഞ്ഞു. ആത്മകഥം കുറച്ച് ഉച്ചത്തിലായോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. എന്നാൽ സിദ്ധാർത്ഥ് പറഞ്ഞതൊന്നും അവൾ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഒന്നിക്കേണ്ടത് എപ്പോഴാണെങ്കിലും ഒന്നിക്കുമെന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ് മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതായിരുന്നു. എന്നാൽ വിഷമത്തിനിടയിൽ ആ ബുദ്ധൂസിനുണ്ടോ അത് മനസ്സിലാകുന്നു. അവളുടെ മരിച്ചുപോയ അമ്മയേക്കാൾ കൂടുതൽ അവൾ ഇപ്പോൾ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വാക്കുകൾ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളോടൊരു തരി അലിവ് അവന് തോന്നിയിരുന്നു. അനന്യ പോലും അവൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചതുവരെ കേട്ടിട്ടില്ല. എപ്പോഴും അവൾക്ക് വേണ്ടത് പണം മാത്രമായിരുന്നു. ഫാമിലി എന്ത് ചെയ്യുന്നു, അമ്മയ്ക്ക് സുഖമാണോ എന്നൊരു വാക്ക് പോലും അനന്യയുടെ വായിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഗൗരി അങ്ങനെയല്ല. അവളിപ്പോൾ അപ്പുവിന് ശേഷം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ അമ്മയെ ആണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. നാളേക്കുള്ള മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഓഫീസ് റൂമിൽ നിന്നും ഏകദേശം 12 മണിയോട് കൂടിയാണ് സിദ്ധാർത്ഥ് റൂമിലേക്ക് പോകുവാനായി ഇറങ്ങിയത്. റൂമിലേക്ക് പോകും വഴിയാണ് താഴെ ഹാളിലെയും കിച്ചണിലെയും സ്റ്റെയറിലെയും ലൈറ്റുകളെല്ലാം ഓണായി കിടക്കുന്നത് കണ്ടത്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഒരു ലൈറ്റ് പോലും അണയ്ക്കാതെയാണോ ഇവൾ റൂമിലേക്ക് പോയത്? അവൻ ലൈറ്റുകൾ ഓഫ് ചെയ്യാനായി താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് അടുക്കളയുടെ അകത്ത് നിന്നും പാത്രങ്ങളുടെയും മറ്റും ശബ്ദം അവൻ കേൾക്കുന്നത്. സിദ്ധാർത്ഥ് വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഗൗരി പിടിപ്പത് പണിയിലായിരുന്നു. ഹലോ, തനിക്ക് ഉറങ്ങാനായില്ലേ? സിദ്ധാർത്ഥ് കൈകെട്ടി നിന്നുകൊണ്ട് അവളോട് ചോദിച്ചു. ഇല്ല സിദ്ധാർത്ഥ്, നാളേക്കുള്ള പണികളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചാൽ എനിക്ക് വലിയ പണിയില്ലാതെ നാളെ കോളേജിൽ പോകാമായിരുന്നു. മതി, ഇന്നത്തേക്ക് എത്ര പണികൾ മതി. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല സിദ്ധാർത്ഥ്, കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. നിങ്ങൾ പൊയ്ക്കോ. പിന്നീട് സിദ്ധാർത്ഥ് ഒന്നും നോക്കിയില്ല. നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇനി എന്താ ചെയ്യാനുള്ളത്? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. വലിയ പണിയൊന്നുമില്ല സിദ്ധാർത്ഥ്, കുറച്ച് പാത്രങ്ങളും കിച്ചൺ ടോപ്പും ഒന്ന് ക്ലീൻ ചെയ്യണം. സിദ്ധാർത്ഥ് ഫുൾ സ്ലീവ് ഉള്ള അവൻ്റെ ഹുഡി അവൻ്റെ മുട്ടിന് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൈയൊന്ന് കുടഞ്ഞു. ശേഷം സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകാനായി തുടങ്ങി. അയ്യോ സിദ്ധാർത്ഥ്, എന്തായി ചെയ്യുന്നേ? കണ്ടില്ലേ പാത്രം കഴുകുന്നു. സിദ്ധാർത്ഥ് ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. സിദ്ധാർത്ഥ്, ദേവി ഇതൊന്നും ചെയ്യരുത്. കുറച്ച് നേരത്തെ പണിയുള്ളൂ, അതെല്ലാം ഞാൻ ചെയ്തോളാം.
ഗൗരി, തനിക്ക് പറഞ്ഞാൽ തീരെ മനസ്സിലാവില്ല എന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, താൻ കിച്ചൺ ടോപ്പ് ക്ലീൻ ചെയ്താൽ മതി. ഈ 2 പാത്രം കഴുകി സിദ്ധാർത്ഥ് വർമ്മ മരിച്ചു പോവുകയാണെങ്കിൽ അങ്ങ് മരിച്ചു പോവട്ടെ. അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവളുടെ ഇടനെഞ്ചിൽ ആരോ കൊളുത്തി വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ്! അവൾ ദയനീയമായ ശബ്ദത്തോടെ അവനെ വിളിച്ചു. അവൻ്റെ കോപം അവൻ്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. തനിക്ക് ഇനിയും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? എടോ, ഇപ്പം തന്നെ 12:30 കഴിഞ്ഞു. ഈ പണികളെല്ലാം കഴിഞ്ഞ് താനെപ്പോൾ കിടന്നുറങ്ങാനാണ്? ഇത് ഞാൻ ഹെൽപ്പ് ചെയ്താൽ തനിക്ക് നേരത്തെ പോയി കിടന്നുറങ്ങാം. വെറുതെ ഉറക്കം കഴിഞ്ഞ് കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് വരാൻ നിൽക്കണ്ട. അത് വന്നാൽ എൻ്റെ ഭാര്യയെ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല, സിദ്ധാർത്ഥ് കഴുകുന്നതിനോടൊപ്പം പറഞ്ഞു. ഇനി സിദ്ധാർത്ഥിനോട് ഒരു വാക്കുവാദം നടത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഗൗരി. കിച്ചൺ ടോപ്പർ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ജോലികളെല്ലാം ഒതുങ്ങി. ശരി, ഇനി താൻ പോയി കിടന്നു. ലൈറ്റെല്ലാം ഞാൻ ഓഫ് ചെയ്തോളാം, സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. സത്യത്തിൽ ഗൗരിക്ക് 11 മണി മുതൽ ഉറക്കം കണ്ണിലേക്ക് കയറി തുടങ്ങിയിരുന്നു. എന്നിട്ടും രാവിലെ പണി മുഴുവനായി ഒതുങ്ങിയില്ലെന്ന് മനസ്സിലായിട്ടാണ് അത്രയും നേരം കിച്ചണിൽ കിടന്ന് പണിയെടുത്തത്. സിദ്ധാർത്ഥ് തന്നെ സഹായിക്കാൻ കിച്ചണിലേക്ക് വരുമെന്ന് ഒരിക്കൽ പോലും ഗൗരി ചിന്തിച്ചത് പോലുമില്ല. കിടക്കയിലേക്ക് കിടന്നിട്ടും അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. അവളുടെ റൂമിന് മുന്നിലൂടെ അവൻ്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് അവളുടെ റൂമിൻ്റെ ഡോർ ക്ലോസ് ചെയ്തതായി അവൻ കണ്ടത്. സിദ്ധാർത്ഥ് ഡോർ അടയ്ക്കാൻ വേണ്ടി പിടിയിലേക്ക് പിടിച്ചതും അകത്തേക്ക് അറിയാതെ അവൻ്റെ കണ്ണുകൾ പാറി. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? സിദ്ധാർത്ഥ് അവനോട് തന്നെ ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ ആ വാതിൽ ക്ലോസ് ചെയ്തു. പിറ്റേന്ന് രാവിലെ 5 മണിയോടെ ഗൗരി ഉണരാൻ നോക്കി. എന്നാൽ അവളുടെ കണ്ണും മനസ്സും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെയായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഉറങ്ങിയതെന്ന് കണ്ണും, നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ കോളേജിൽ പോക്ക് നടക്കില്ലെന്ന് മനസ്സും ഒരു യുദ്ധത്തിൽ തന്നെ ഏർപ്പെട്ടു. അവസാനം മനസ്സ് തന്നെ വിജയിച്ചു. വേഗം ബാത്റൂമിലേക്ക് പോയി കുളിച്ചൊരുങ്ങി ഗൗരി താഴേക്കിറങ്ങി. ഏകദേശം 7 മണിയോടെ പണികളെല്ലാം അവൾ ഒതുക്കി. രാവിലെ സെർവൻറ്റ് സിദ്ധാർത്ഥിനൊരു ബ്ലാക്ക് ടീ കൊടുക്കാറുണ്ടായിരുന്നു. ആ പതിവ് തെറ്റിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. കോളേജിലേക്ക് ഒരുങ്ങാൻ വേണ്ടി അവൾ റൂമിലേക്ക് നടന്നു. എല്ലാ ഒരുക്കവും കഴിഞ്ഞാണ് അവൾ ബ്ലാക്ക് ടീയുമായി സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്ക് ചെന്നത്. ഒരു ഫുൾ സ്ലീവ് സ്കൈ ബ്ലൂ അനാർക്കലിയും ലെഗിങ്സും കണ്ട് ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്ന സ്കൈ ബ്ലൂ ഷോളുമായിരുന്നു അവളുടെ വേഷം. ഗൗരിക്ക് ഏത് വസ്ത്രവും അവളുടെ ശരീരത്തിനും നിറത്തിനും ചേർച്ചയുള്ളതായിരുന്നു. അവൾ ഉറങ്ങിക്കിടന്ന സിദ്ധാർത്ഥിനെ പതിയെ വിളിച്ചു. സിദ്ധാർത്ഥിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. എന്നാൽ ഞാൻ കോളേജിലേക്ക് ഇറങ്ങുകയാണ്. ബ്ലാക്ക് ടീ നിങ്ങളുടെ ടേബിളിൽ വച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞ് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും സിദ്ധാർത്ഥ് അവളുടെ കൈകൾ കയറി പിടിച്ചു. ഒറ്റ വലിയിൽ തന്നെ അവളെ ദേഹത്തേക്ക് അവൻ വലിച്ചിട്ടു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി നിന്നു. സിദ്ധാർത്ഥ് നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായി കിടക്കുകയായിരുന്നു. അവളുടെ വരവ് കണ്ടപ്പോഴാണ് ഉറക്കം നടിച്ചത്. ഇരുവരും പരസ്പരം അല്പനേരം കണ്ണും നോക്കി അങ്ങനെ കിടന്നു. എന്തോ ഇതുവരെ അവൻ്റെ കണ്ണുകളിൽ കാണാത്തൊരു വികാരം അവൾക്ക് കാണാൻ കഴിഞ്ഞു. ഫുഡെല്ലാം റെഡിയാണോ? അവൻ അവളോട് ചോദിച്ചു. അവൾ അതിനൊന്നും മൂളി. അവൻ്റെ വലങ്കൈ അവളുടെ ഇടം കവിളുകളിൽ പതിയെ തലോടി. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയെ അവൻ ഗൗരിയുടെ ചെവിയുടെ പിന്നിലേക്ക് പൂഴ്ത്തി വെച്ചു. അവൾക്ക് സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. സിദ്ധാർത്ഥ്, എനിക്ക് പോകണം, അവൾ താഴ്ന്ന സ്വരത്തിൽ അവനോട് പറഞ്ഞു. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വരുന്നതിന് മുന്നേ എത്തി ഫുഡെല്ലാം തയ്യാറായിരിക്കണം. അവൾ തലയാട്ടിക്കൊണ്ട് സമ്മതം മൂളി. പിന്നൊരു കാര്യം. എന്താ സിദ്ധാർത്ഥ്? കോളേജിൽ പോകുന്ന സമയത്ത് നല്ല ചുള്ളൻ പയ്യന്മാരുണ്ടാവും. വെറുതെ പോലും നോക്കി പോവരുത് മോളെ. അങ്ങനെ നിനക്ക് നോക്കാൻ തോന്നിയാൽ എന്നെ ഓർത്താൽ മതി. അവൻ്റെ ആ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു. അത്രയും കർക്കശക്കാരനായ സിദ്ധാർത്ഥ് തന്നെയാണോ ഇതെന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു പോയി. സിദ്ധാർത്ഥ്, ഈ പിടിയൊന്ന് വിട, എനിക്കൊന്ന് പോകണം. സിദ്ധാർത്ഥ പതി അവളെ അവൻ്റെ ശരീരത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് മൂടി. സിദ്ധാർത്ഥ ഒരു ചിരിയോടെ അവളുടെ നോട്ടം നോക്കി നിന്നു. ഇവൾക്ക് ഏതൊരു വസ്ത്രവും നന്നായി ചേരുന്നുണ്ട്. സിദ്ധാർത്ഥ ടേബിളിലിരുന്ന ബ്ലാക്ക് ടീ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഏകദേശം 10:30 കൂടിയാണ് ഗൗരി കോളേജിലെത്തിയത്. ഗൗരിയുടെ ഉറ്റ കൂട്ടുകാരിയായ അമൃത അവളെ വല്ലാതെ മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. ക്ലാസ് എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞാണ് ഗൗരി ക്ലാസ്സിലേക്ക് ചെന്നത്. ഓടിക്കിതച്ചുകൊണ്ട് അവൾ അവളുടെ ക്ലാസ് റൂമിന് മുന്നിൽ നിന്നു. ടീച്ചർ ഒരു ചിരിയോടെ അവളെ അകത്തേക്ക് വിളിച്ചു. അവളെ കണ്ടതും അമൃത ക്ലാസ് റൂമാണെന്ന് നോക്കാതെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ ചക്കര, നീ എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു നീ കോളേജിലേക്കൊന്നും വരില്ലെന്ന്.
അയ്യോ എൻ്റെ അമൃത നീ വിട്, നമുക്ക് ഇൻ്റർവെല്ലിന് സംസാരിക്കാം. അവളെ കണ്ട സന്തോഷത്തിൽ ഗൗരിയും പറഞ്ഞു. വൈകി വന്ന എല്ലാവരെയും ചീത്ത പറയുന്ന മിസ്സായിരുന്നു ആ ക്ലാസ് എടുത്തിരുന്നത്. എന്നാൽ ഗൗരിയെ മാത്രം ആ ടീച്ചർ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല. കാരണം അവളുടെ പഠിപ്പ് തന്നെയായിരുന്നു. അവൾ യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. പിന്നെ രാമചന്ദ്രൻ എന്ന അവളുടെ അച്ഛനെ ആ ടീച്ചർക്ക് വലിയ മതിപ്പായിരുന്നു. എല്ലാവരെയും ആവുന്ന കാലത്ത് സഹായിച്ചിരുന്ന ആളാണ് ഗൗരിയുടെ അച്ഛൻ രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ കോളേജിലും അവളെ ഒരുവിധം എല്ലാ ടീച്ചർമാരും ഇഷ്ടപ്പെടുന്നു. എന്നാൽ സ്റ്റുഡൻസിൽ പലർക്കും അവളോട് അസൂയയായിരുന്നു. കാരണം അവളൊരു യൂണിവേഴ്സിറ്റി ടോപ്പറും പോരാത്തതിന് അത്രയും ഭാഗ്യമുള്ളൊരു പെൺകുട്ടിയുമായിരുന്നു. ആ കോളേജിൽ ഒരുവിധം ബോയ്സ് എല്ലാം അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗൗരി ഇതുവരെ ആരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം കിരൺ തന്നെയാണ്. കിരണിനെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ മറ്റൊരാളെ അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കിരൺ മാറിയപ്പോൾ ദേ സിദ്ധാർത്ഥ് വന്നിരിക്കുന്നു. എഗ്രിമെൻ്റ് ഭാര്യയാണെങ്കിലും അവൾക്കെന്തോ അവനോട് ഒരു തരം പ്രത്യേകതരം ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവെൽ സമയമായി. അമൃത ഗൗരിയെ കണ്ട സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അല്ല ഗൗരി, എങ്ങനെയുണ്ട് അനിയന്? അവൻ ഓക്കെയാണ്. അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നിന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചു. നീ പോയതിൽ പിന്നെ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങളും മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ? നിനക്കറിയില്ലേ കാർത്തിക്കിനെ? എനിക്കറിയാം. എന്നെ 1-2 വട്ടം വന്ന് പ്രപ്പോസ് ചെയ്തതല്ലേ. അവനും ദീപികയും തമ്മിലാണ് പ്രശ്നം. ദീപികയും കാർത്തിക്കും തമ്മിൽ എന്താ പ്രശ്നം? നീ തന്നെ കാരണം. മനസ്സിലായില്ല അമൃത, നീ ഒന്ന് തെളിച്ചു പറ. എടി, നമ്മുടെ ഈ ദീപികയ്ക്ക് കാർത്തിക്കിനോടൊരു പ്രണയം തോന്നാതിരിക്കില്ലല്ലോ. നമ്മുടെ കോളേജിലെ ഒരുവിധ പെൺകുട്ടികളെല്ലാം നമ്മുടെ കാർത്തിക്കിൻ്റെ പിന്നാലെയല്ലേ. അപ്പതേ ദീപികയുടെ പ്രപ്പോസൽ കാർത്തിക് അങ്ങ് നിരസിച്ചു. അവനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരിയെ മാത്രമായിരിക്കുമെന്ന് ദീപികയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എൻ്റെ ഭഗവതി, നീ എന്തൊക്കെയാ അമൃതയെ പറയുന്നേ? സത്യമാണ് മോളെ. നീ വന്നുവെന്നറിഞ്ഞാൽ എന്തായാലും കാർത്തിക് നിന്നെ കാണാൻ വന്നിരിക്കും. ഗൗരിയുടെ മുഖത്തെ ഭയവും ആശങ്കയും കണ്ട അമൃതയ്ക്കും വല്ലാതെയായി. അല്ല, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇപ്പം എന്തായാലും കിരൺ നിന്നെ വിട്ടുപോയ കാര്യം ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം. അപ്പം നിനക്കെന്തായാലും കാർത്തികിനെ സ്വീകരിച്ചൂടെ? നല്ല കാര്യമായി. അങ്ങനെ വല്ലവരെയും ഞാൻ നോക്കിയാൽ സിദ്ധാർത്ഥനെ വെച്ചേക്കില്ല. അവൾ മനസ്സിൽ എന്തോ ചിന്തിക്കുന്നുണ്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അമൃതയ്ക്ക് മനസ്സിലായി. അല്ല, നീ എന്താ ഈ ചിന്തിക്കുന്നത്? ഒന്നുമില്ല അമൃത. ഗൗരി കാർത്തിക നിന്നെ പ്രേമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോംബോ അടിപൊളിയായിരിക്കും. ഗൗരി ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. പെട്ടെന്നാണ് അവൾക്ക് പരിചിതമുള്ളൊരു മുഖം അവൾക്ക് മുന്നിൽ വരുന്നത് കണ്ടത്. പിന്നിൽ വേറെയും ഒരുപാട് പയ്യന്മാരുണ്ട്. ആ പട കണ്ടതും അമൃത അവിടെ നിന്നും എഴുന്നേറ്റു. അമൃതയുടെ കൈകൾ ഗൗരിയുടെ കയ്യിൽ മുറുകി. അത് കാർത്തിക്കും കൂട്ടരുമായിരുന്നു. ഗൗരിയുടെ ഹൃദയമിടിപ്പ് എത്രയോ വേഗത്തിലായി. തുടരും. ഇനി ഇത്രയും ലാഗ് വരുത്താതെ നോക്കാട്ടോ. അതുകൊണ്ട് വലിയ പാർട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.